ഹലോ. അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ, ഞാനും ഉച്ചാനും പാച്ചോട്ടിയും കൂടെ. നമുക്കിവിടെ അടുത്ത് ഇങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സും മ്യൂസിയം ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ കുറേ കുന്നും മലയൊക്കെ ആണ് കേട്ടോ കാണാനുള്ള. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിയത്തിലേക്കാണ്. അൽഹസീൻ ഫോർട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ മസ്കറ്റിൽ നിന്ന് ആക്ച്വലി 1 മണിക്കൂർ ഉണ്ട് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. നമ്മൾ റുസ്താക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടുന്ന് ഈ മ്യൂസിയത്തിലേക്ക് ഒരു 5-10 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നത് ഇവിടുത്തെ ഒരു സുൽത്താൻ അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയിട്ട് വെച്ച വീടാത്ര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇങ്ങനെ മ്യൂസിയം പോലെ ആക്കിയതാണ്. ഫേമസ് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഇതിൽ നമുക്ക് കയറുന്നതിന് ടിക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച്. നമ്മൾ കുറച്ച് ലേറ്റായിട്ട് വന്നുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. നമ്മൾ എന്നാൽ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കണ്ടിട്ടൊക്കെ പോകുന്നു കേട്ടോ. ഇതിനകത്ത് മോസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ജസ്റ്റ് പുറത്തോടെയൊക്കെ ഒന്ന് കറങ്ങി. നമ്മൾ മെയിനായിട്ട് വന്ന് ഈ വെള്ളം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കും ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കും ഈ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുക. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വെള്ളം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ പോകുമ്പം നമ്മുടെ നാട്ടിലൊക്കെ വന്ന ഒരു എഫക്റ്റാണ്. തെങ്ങിന് പകരം കുറച്ച് പനകൾ മാത്രമാണെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് കണ്ടത്തിലൊക്കെ ചെന്നൊരു ഫീൽ വരും കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സ്ത്രീകൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു സ്ഥലം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് പോവാണ് കേട്ടോ. നമുക്ക് പ്രൈവറ്റായിട്ടൊക്കെ ഒന്ന് ഇറങ്ങണം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇറങ്ങി കുളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് ഇറങ്ങി വെള്ളമൊക്കെ കണ്ട് പാച്ചോട്ടിയൊക്കെ ഒന്ന് കുളിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു കേട്ടോ. നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ എല്ലാം ഒന്ന് ഫുള്ള് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്